സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സാർ. എന്താ വിളിച്ചേ? അല്ല, ഈ 15 നൂറ്റാണ്ടായി ഇസ്ലാം മതം ഇവിടെ ഉണ്ടായിട്ട് മാറിയുന്നത്. അതിനെന്ത് വേണം? ഈ നൂറ്റാണ്ടിൽ എന്തുകൊണ്ട് ഇത്ര വിമർശനം ഉണ്ടാക്കുന്നതെന്നാണ് അറിയുന്നത്. ഇപ്പൊ എന്താ ഉണ്ടാക്കണേന്നോ? ഇപ്പൊ നിങ്ങൾ ആരിഫ് എന്ന വ്യക്തി, അത് മാത്രമല്ല ഇപ്പൊ മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ പ്രചരണം നടത്തുന്നത്. മണ്ടത്തരം പറയാറ വീട്ടിൽ ഞാൻ എന്താ തെറ്റിദ്ധരിപ്പിച്ചേ? മറ്റുള്ള മത അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പിന്നെ ഖുർആൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. എന്താ ഒരു ഉദാഹരണം പറയും? ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് അവിടെ പെരടിക്ക് വെട്ടാൻ അതിലുണ്ട്. പെരടിക്ക് വെട്ടാനില്ലേ? ഉണ്ട് എന്ന് പറഞ്ഞ അന്ന് യുദ്ധം ചെയ്യുന്ന കാലത്ത്, അന്ന് റസൂലിന്റെ കാലത്ത് അവരെന്നെ തമ്മില് റസൂലിനെ ഒന്ന് അനങ്ങാൻ വിടാതിരിക്കുമ്പോഴാണ് ഖുർആനിൽ വന്നത്. കാരണം കുഞ്ഞിരാമനോ തോമസിനോ ഒന്നും ആരും പിന്നെ അവിടെ കൊത്താൻ പറഞ്ഞിട്ട് വെട്ടാൻ പറഞ്ഞില്ല. ഏതാണ് യുദ്ധം? അന്ന് ബദർ യുദ്ധം, ഉഹദ് യുദ്ധം ഉണ്ടായില്ലേ? ബദർ യുദ്ധം എന്താന്ന് പറയൂ. അപ്പൊ എങ്ങനെ ബദർ യുദ്ധം എന്താ? ബദർ യുദ്ധം അതിനെ പിന്നെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മറ്റേ അബുജാലിന്റെ കേന്ദ്രവും. അങ്ങനെയൊന്നല്ല, കൃത്യമായിട്ട് പറയും. നിങ്ങൾ ആ ചരിത്രമായിട്ട് പറയും. എങ്ങനെയാണ് ബദറിൽ യുദ്ധം ഉണ്ടായത്? പറഞ്ഞേ. ബദർ യുദ്ധം ഉണ്ടായത് തമ്മിൽ അതിനെ നന്നേ കൃത്യമായിട്ട് പറയൂ. നിങ്ങൾ ഇങ്ങനെ എന്താണ് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് പറയല്ലേ? അതിന്റെ ടൈം ലൈൻ പറയൂ. ബദറിൽ യുദ്ധം ഉണ്ടായത് എങ്ങനെ? അത് ബദർ യുദ്ധം 15 നൂറ്റാണ്ട് മുന്നേ അന്ന് പ്രവാചകനായിട്ട് അതിൽ അവതരിപ്പിക്കുമ്പോ അന്ന് പിന്നെ അന്ന് പ്രവാചകനല്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാർ രംഗത്ത് വന്നു. നിന്നെ പ്രവാചകൻ അംഗീകരിക്കുന്നതിനെ അറിഞ്ഞിട്ട് റസൂൽ തന്നെ മുഹമ്മദ് നബീൻ തന്നെ ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ ഖുറൈശി ഗോത്രത്തിൽ ഒരു വിഭാഗം ആൾക്കാർ എതിർത്തു. അതല്ലേ സത്യം? അതല്ല ബദർ യുദ്ധത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവ് വെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നിങ്ങൾ പെരടിക്ക് വെട്ടുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു എപ്പ പറഞ്ഞതാണത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് ബദറിന്റെ സമയത്താണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു പഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് എന്തെല്ലാം ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധിനെ പേടിവെച്ചതാര്? നമുക്ക് എന്തിനാണ് ഈ വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം? നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന കാര്യം ചോദിക്കാന്നേ. അതല്ലേ കഴിഞ്ഞ വർഷം നടന്ന കാര്യം നമുക്ക് എടുക്കാം. കഴിഞ്ഞ വർഷം ഞാൻ പറയുന്നത് പാകിസ്ഥാനിൽ നമുക്കന്ന് ഇന്നലെ നടന്ന വിഷയം എടുക്കാം. നമുക്ക് അത് പറ്റുമോ? ഇന്നലെ നടന്ന വിഷയം നമുക്ക് എടുക്കാം. ഇന്നലെ ഉണ്ടാവും ചില സംഭവങ്ങൾ 101 സംഭവിക്കും. എന്ന് വെച്ചാൽ കോയ പറയണത് പ്രകാരം നമ്മൾ കാക്കാമാര് ചെയ്ത പണിയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മളല്ലാത്തത് മതം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് കോയ അത് അടുത്തതായി വരുന്ന വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതാ പറഞ്ഞേ. അത് അടുത്ത വെള്ളിയാഴ്ച കോയ പള്ളിയിൽ പോയിട്ട് പറയാം. മുഹമ്മദ് നബി കള്ളുപിടിച്ചിട്ടില്ലേ? എങ്ങനെ മുഹമ്മദ് നബി കള്ളുപിടിച്ചിട്ടില്ലേ? നിങ്ങൾ ആ സമയം നിങ്ങളെ ഇസ്ലാമിൽ നിങ്ങളെ പുറത്താക്കിയതാ അല്ല നിങ്ങൾ പുറത്തു പോയതാ? ഞാൻ പുറത്ത് നടന്നങ്ങ് പോയി. നിങ്ങൾ പുറത്താക്കിയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വൈരാഗ്യം കാണിക്കാം. ഒരു പാർട്ടിയിൽ നിൽക്കാൻ പുറത്താക്കുമ്പോ ഓൻ എന്തെല്ലാം വിളിച്ചു പറയും. നിങ്ങളെ പുറത്താക്കിയതിനാൽ നിങ്ങൾ സ്വയം പോയതല്ലേ? മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയണത് എന്തിനാ? പിന്നെ ആരും മതം വിട്ട് നിങ്ങൾ അന്നൊക്കെ എത്ര സൗഹാർദ്ദം നിങ്ങൾ ഇത്രയിൽ കൊന്നിട്ടുണ്ടല്ലോ. എത്ര കാലം ഇത് കൊന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ആരിഫും? ഇവിടെ ഇന്ത്യയിലെ നിയമമല്ലേ നടക്കുള്ളൂ. ഇസ്ലാമിക രാജ്യങ്ങളിൽ അത് നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അറബി രാജ്യങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. ഇന്ന് മതം വിട്ടവനെ കൊല്ലുന്ന രാജ്യങ്ങളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ? കോയ കേൾക്ക്. അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കും കേട്ടോ. കോയ കേൾക്ക്. മതം വിട്ടവനെ കൊല്ലുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം. ഒന്ന് കാണിച്ചിട്ട് അത് വലിയ പ്രശ്നമല്ല. അപ്പൊ ഇസ്ലാമല്ലേ അവര് ഫോളോ ചെയ്യുന്നേ? ഇസ്ലാമിൽ ഞാൻ പറഞ്ഞ പാകിസ്ഥാനിൽ പള്ളിയിൽ ബോംബ് വെക്കുന്നത് അത് മുസ്ലിമിനല്ലേ? ഷിയ സുന്നി തർക്കല്ലേ? ഷിയ സുന്നി തർക്കല്ലേ? അങ്ങനെ ഷിയ ഏതുമായിട്ട് അത് ഖുർആന്റെ വചനത്തിൽ പറഞ്ഞ് ഞങ്ങൾ പോട്ടെ. ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ ഇതിനെ ഒഴിഞ്ഞു. ഇസ്ലാമിന്റെ രീതിയല്ലാതെ പഹൽഗാമിൽ എന്താ സംഭവിച്ചത്? പള്ളിയിൽ ബോംബ് വെക്കുന്ന ഇസ്ലാമിന്റെ രീതിയല്ല. മുഹമ്മദ് നബിയുടെ കയ്യിൽ ബോംബില്ലാതെ പോയി, അല്ലെങ്കിൽ വെച്ചാണ്. വിശ്വസിക്കാത്ത ഒരുത്തനാണത്. അപ്പൊ മുഹമ്മദ് നബി എന്തിനാ കഅബയിലെ വിഗ്രഹങ്ങൾ തല്ലിപ്പൊട്ടിച്ചേ? എങ്ങനെ? കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ എന്തിനാ മുഹമ്മദ് നബി തല്ലിപ്പൊട്ടിച്ചത്?
ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്. ആ സമയത്ത് തല്ലി പൊട്ടിച്ചോ ഇല്ല ആദ്യം പറയും. തല്ലി പൊട്ടിച്ചോ ഇല്ലേ? തല്ലി പൊട്ടിച്ചോ? മുഹമ്മദ് നബി പൊട്ടിച്ചോ? നിങ്ങളുണ്ടായി ആ സമയത്ത് നിങ്ങളുണ്ടായി. ഹദീസിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് മാത്രം നിങ്ങൾ എടുത്തിട്ട് ഹദീസ് മാത്രം എടുക്കാതെ ഹദീസ് എടുക്കണ്ടേ? എല്ലാ ആയത്തും നിങ്ങൾ മൂസാ നബിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. കോയ ചോദിച്ചതിന് ഉത്തരം ഖുർആനിലുണ്ട്. കോയ കരയല്ലേ കരയല്ലേ കോയ കരയല്ലേ കോയ. നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയും. മുഹമ്മദ് നബി വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ? മുഹമ്മദ് നബി പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയും. ചോദിച്ചതിന് ഉത്തരം പറയും. മുഹമ്മദ് നബി പൊട്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പൊട്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പൊട്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി പൊട്ടിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? മുഹമ്മദ് നബി വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ? നമ്മളവിടെ കണ്ടിട്ടില്ല പൊട്ടിച്ചത്. നിങ്ങൾക്ക് അറിയൂല്ലേ? ഹദീസിലുണ്ടോ ഇല്ലേ? അപ്പൊ ഹദീസിലുള്ളത് നിങ്ങൾ എടുക്കൂലേ? ഹദീസിലുള്ളത് നിങ്ങൾ എടുക്കൂലേ? ഹദീസിലുള്ളത് നിങ്ങൾ എടുക്കൂലേ? നമ്മൾ ഖുർആനിൽ എന്ത് മറ്റുള്ള ഉപദ്രവിക്കണ പറഞ്ഞില്ല. അയൽക്കാരങ്ങ സഹായിക്കണേ പറഞ്ഞു ഖുർആനിൽ. അപ്പൊ ഇബ്രാഹിം നബി വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചതിനെ കുറിച്ച് ഖുർആനിലില്ലേ? ഇബ്രാഹിം നബി വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചു എന്ന് ഖുർആനിൽ. ഇബ്രാഹിം നബി പൊട്ടിച്ചിട്ടില്ലേ? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞ ആ കാലഘട്ടത്തിൽ അപ്പൊ ആ കാലഘട്ടത്തിൽ അത് പൊട്ടിച്ച ഓക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊട്ടിക്കാൻ പാടില്ലെന്നാണോ? അതാ പറയണേ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ പൊട്ടിച്ച കുഴപ്പമില്ല, ഇന്ന് പൊട്ടിക്കുമ്പോഴാണ് പ്രശ്നം. അതാണോ? അങ്ങനെയില്ല. അന്നത്തെ ഇബ്രാഹിം നബിനെ പ്രവാചകനായിട്ട് ദൈവം പ്രഖ്യാപിച്ചു. അപ്പൊ പ്രവാചകന്മാർക്ക് ഈ അന്യ വിഗ്രഹങ്ങൾ അന്യ മതങ്ങളെയൊക്കെ തല്ലി പൊട്ടിക്കാം, അങ്ങനെയാണ്? അത് ദൈവത്തിന് അവർക്കുള്ള പ്രവാചകനും എങ്ങനെയാണ് പടച്ചോൻ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതായത് അപ്പൊ മുഹമ്മദ് നബിക്ക് എന്ത് തോന്നിയാസം ചെയ്യാം? തോന്നിയാസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഐഡൽസ്, ഈ പറയുന്ന പ്രതിമകളെ തല്ലി പൊട്ടിച്ചത് ശരിയോ തെറ്റോ? മുഹമ്മദ് നബി ഈ വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചത് ശരിയോ തെറ്റോ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയില്ല, വെച്ചിട്ട് പോ. സമയങ്ങളല്ലേ? ഞങ്ങൾക്ക് സമയമില്ല. അപ്പൊ നിങ്ങൾ പറയില്ല. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. അതായത് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾക്ക് ഈ വിമർശനം കേൾക്കുമ്പോൾ വല്ലാതെ കൊണ്ടിട്ട് നിലവിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. കോയ കേൾക്ക്, ഞാൻ ഹദീസ് വായിക്കാം. ദ പ്രോഫറ്റ് എന്റർഡ് മെക്ക അറ്റ് ദ ടൈം. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. മെക്ക ആൻഡ് അറ്റ് ദാറ്റ് ടൈം there were 360 idols. അതായത് മക്കയിൽ അന്ന് കയറുന്ന സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. Around the Kaaba, he started stabbing the idols with a stick he had in his hand and reciting, "Truth has come and falsehood has vanished." എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ ഈ പറയുന്ന വടി ഉപയോഗിച്ചുകൊണ്ട് തല്ലി പൊട്ടിച്ചു. എന്നിട്ട് വേറെ ഹദീസുകളുണ്ട്, അതിനകത്ത് പറയുന്നതാണ് രണ്ടെണ്ണത്തിന് പൊട്ടിച്ചു, ബാക്കിയുള്ള ആളുകളോട് പൊട്ടിക്കാൻ ഏൽപ്പിച്ചു. ഇതും ഹദീസിലുള്ളതാണ്. ഹദീസ് സഹീഹ് ബുഖാരി 2478. ബുഖാരി എടുത്ത് വായിക്കുക, ഹദീസ് എടുത്ത് വായിക്കുക. ഇത് ചരിത്ര പുസ്തകങ്ങളിലുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുഹമ്മദ് നബി, നിങ്ങൾ പറയുന്നു പാകിസ്ഥാനിൽ പള്ളിയിൽ പൊട്ടിക്കണതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ മോശമാണ്, തെണ്ടിത്തരാണ് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി ഈ പറയുന്ന കഅബ പിടിച്ചടക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിച്ചത് ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ചോദിച്ചതിന് ഉത്തരം ശരിയോ തെറ്റോ? പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. ചോദിച്ചതിന് ഉത്തരം പറയാ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നബി ചെയ്ത ഈ തെണ്ടിത്തരം ശരിയാണോ തെറ്റാണോ? ചോദിച്ചതിന് ഉത്തരം പറയും. അപ്പൊ മുഹമ്മദ് നബി ചെയ്ത ഈ തെണ്ടിത്തരം ശരിയാണോ തെറ്റാണോ? ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ തെളിവാണ് ഇവിടെ വെച്ചത്. സഹീഹ് ബുഖാരി 2478. ബുഖാരി 2478. ബുഖാരി 2478. 2478. പോയി വായിക്കുകയ. നിങ്ങൾക്ക് അറിയാത്ത സാധനങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാനിവിടെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റും. ഞാൻ 10 വരെ എണ്ണാം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. 10 വരെ എണ്ണാം. തെളിയിച്ച ഞാൻ കലിമയൊല്ലും. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് നിങ്ങൾ തെളിവ് സഹിതം പറഞ്ഞാൽ ഞാൻ കലിമയൊല്ലും. ഞാനിതാ കലിമയല്ല. ആഷാദു അൻല പറഞ്ഞോ? തെളിവ് പറ. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതിന് തെളിവ് പറ. ധൈര്യമുണ്ടോ? നിങ്ങൾ 2 എണ്ണം പറഞ്ഞ് 2 എണ്ണം പൊളിഞ്ഞു. ഒരവസരം കൂടി ഞാൻ തരാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ?
രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതിന് ഒരു ഉദാഹരണം, നിങ്ങൾക്ക് മറുപടി ഇല്ല. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതിന് ഒരു ഉദാഹരണം, ഒരവസരം കൂടി ഞാൻ തരാം. മൂന്നാമത്തെ അവസരമാണ് ഞാൻ തരുന്നത്. പരിപാടി ഉണ്ടല്ലോ, അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മുഹമ്മദ് നബി ആണ് കോയ ആദ്യം ഈ പറയുന്ന അന്യമതക്കാരുടെ വിഗ്രഹം തല്ലിപ്പൊട്ടിച്ച് തുടങ്ങിയത്. നിങ്ങൾ ആദ്യം ഇത് സ്വന്തം മമ്മദിനോട് പോയി പറ. മമ്മദിനോട് പോയി പറ. ഈ പറയുന്ന അമ്പലം പൊളിയനായ മമ്മദിനോട് പോയി പറ. സാധിക്കോ? അമ്പലം പൊളിയനോട് പോയി പറയ്. സാധിക്കോ? അമ്പലം പൊളിയനായ മമ്മദിനോട് പോയി പറയാൻ സാധിക്കോ കോയക്ക്? പറ്റുമോ? എന്റെ ഓർക്കം പോയി. ഞാൻ നിങ്ങൾക്ക് അവസരം തന്നു. ഞാൻ പറഞ്ഞ സാധനം തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ളതിന് 3 ചാൻസ് ഞാൻ നിങ്ങൾക്ക് തന്നു. 3ാമത്തെ ചാൻസിലാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളത്. 2 കയ്യിൽ നിന്ന് പോയി, അവിടെ പൊളിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരവസരം കൂടി ഞാൻ തരുന്നു. ഒരവസരം കൂടി തരാം. ഞാൻ 10 വരെ എണ്ണാം. അതിനുള്ളിൽ നിങ്ങൾ പറയും ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതിന് ഒരു ഉദാഹരണം. ഒരു ഉദാഹരണം പറയും. വേണ്ടെങ്കിൽ എന്നാ വെച്ചിട്ട് പോ, സമയം കളയല്ലേ. ഏതായാലും നിലവിളി നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാളെ വീഡിയോ ആയിട്ട് വരും. ആ നിലവിളി സ്വന്തമായിട്ട് ഇരുന്ന് കേട്ട് നിങ്ങൾ രോമാഞ്ചം കൊള്ളുക. ഓക്കെ, ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. അപ്പൊ ശരി, ബൈ. ഇനി എന്തെങ്കിലും പറയണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ള മതക്കാരുടെ സൗഹാർദ്ദത്തിൽ പോകേണ്ടി നിങ്ങളെ എന്റെ പൊന്നു കോയ, ഇത് ആദ്യം മമ്മദിനോട് പറയും. മമ്മദല്ലേ അമ്പലം വിളിച്ചത്, ഞാനാണോ? നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ജീവിച്ചില്ല. തെളിവുണ്ടല്ലോ. ബുഖാരി 2478, ബുഖാരി 2478 എടുത്ത് വായിക്ക്. ബുഖാരി 2478 എടുത്ത് വായിക്ക്. ഞാൻ എഴുതിയതല്ല, ജൂതൻ എഴുതിയതല്ല, മമ്മദ് എഴുതിയതാണ്. ഇത് എഴുതിയത് ഇബ്നു മസൂദ് എഴുതിയതാണ്. ഇബ്നു മസൂദ് ബുഖാരി എഴുതിയത് നിങ്ങൾ എടുക്കൂലേ? ബുഖാരി നിങ്ങൾ തള്ളിയോ? ബുഖാരി നിങ്ങൾ തള്ളിയാ? അപ്പൊ പിന്നെ ബുഖാരിയിലുള്ള ഹദീസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിനെ തള്ളണേ? നിങ്ങൾ പറയുന്ന സാധനം ഇപ്പൊ ഇന്നലെയും കൂടി ഇവിടെ അറസ്റ്റ് ചെയ്ത് തരാ. ഗസ്വായ ഹിന്ദ് എന്ന് പറഞ്ഞിറങ്ങുന്നു, ഇന്ത്യയെ പിടിച്ചടക്കണം. ഈ ഹദീസ് മുഹമ്മദ് നബി പറഞ്ഞല്ലേ? ഈ പറയുന്ന ഗസ്വായ ഹിന്ദ് എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഹമാസിനെ നിങ്ങൾ പിന്തുണയ്ക്കും? എന്താ പിന്തുണയ്ക്കാത്ത? ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് അപ്പൊ ജൂതന്മാരെ നിങ്ങൾ അപ്പൊ അനുകൂലിക്കുന്നുണ്ടോ? ജൂതന്മാരെ അനുകൂലിക്കുന്നുണ്ടോ? ഇനി നീ എങ്ങാനും അപ്പൊ പിന്നെ ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പിനോടെ വന്നിട്ട് കാണാം.